എൻ്റെ പിറകിലിരിക്കുന്നത് സുരേഷ് സാറും ആദിത്യ സുരേഷുമാണ്. അത് വശത്തോട്ട് തന്നെ സൈഡിലോട്ട് തന്നെ ആവണം. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആളുകളെ ഞാൻ ഈ മൈക്ക് ഇങ്ങോട്ട് മാറിക്കോട്ടെ സുരേഷ്. എനിക്കൊരു ജാള്യത. വിഷു വളരെ ഗംഭീരമായ ഒരു ദിനമാണ്. നമ്മുടെ ഇന്ന് ഈ യോഗത്തിനും പ്രസംഗങ്ങൾക്കും ഒന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല. വർക്കലയിൽ വലിയൊരു സംരംഭത്തിനുള്ള തുടക്കമാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത്. വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ മലയാളത്തിന് ലോകത്ത് മുഴുവൻ ആത്മീയമായി ഒരു അടയാളമുണ്ടാക്കിയ നിശബ്ദ വിപ്ലവകാരി. മഹാത്മാഗാന്ധിയൊക്കെ കടന്നുപോയ മണ്ണാണ്. വിവേകാനന്ദൻ കടന്നു വന്ന മണ്ണ്. വർക്കല എന്നത് നിസ്സാരപ്പെട്ട ഒരു സ്ഥലമല്ല. നമ്മുടെ മക്കളെ ഒന്ന് ചേർത്ത് നിർത്താതെ അവർക്കൊരു ഉമ്മ കൊടുക്കാതെ നാളെ അവർ ഏതെങ്കിലും കേസിൽ, ഞാനൊരു ഫ്രീലാൻസർ ജേർണലിസ്റ്റാണ്, 3 ജില്ലകളിലെ മാധ്യമപ്രവർത്തനം നടത്തുന്നയാൾ, കണ്ടാൽ കണ്ണ് പൊട്ടുന്ന രീതിയിലാണ് സാറിനറിയാം ഈ മയക്കുമരുന്ന് നമ്മളെ കാർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാം പിറകിൽ സ്നേഹമില്ലായ്മയാണ്, പേരൻസിന്റെ ആത്മാർത്ഥതയില്ലായ്മയാണ്. ജീവിക്കാനായി പണം ഉണ്ടാക്കണം. ഞാനൊരു അത്യാവശ്യം നല്ലൊരു പോസ്റ്റിൽ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളാണ്. പക്ഷെ എനിക്ക് തോന്നി അതിനും അപ്പുറം എൻ്റെ നാടുണ്ട്, എൻ്റെ അച്ഛനുണ്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ കുട്ടികളുണ്ട്, എൻ്റെ അനിവാര്യമായ ഒരു സാന്നിധ്യം ആവശ്യമുണ്ട്. അങ്ങനെയാണ് ഇവിടെ വന്നത്. എത്രയോ ഭാഗ്യം ഞാൻ ആ സമയത്ത് ഇവിടെ വന്നതുകൊണ്ട്. അതുകൊണ്ട് മക്കളുടെ ഈ പറയാനുള്ളത്, ഈ ശിവഗിരിയിലേക്ക് നൃത്തം പഠിക്കാൻ വരുന്ന കുട്ടികൾ ഒരു അല്പം നെഗറ്റിവിറ്റി ഉള്ളതായി എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങളെ സാറ് വരുമ്പോൾ ഒന്ന് വിളിച്ചാൽ നിങ്ങൾ സഡനായി ഓടിയെത്തണം. നിങ്ങൾ എൻ്റെ കുഴപ്പം വരും. നാളെ ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ട്. അത് ആ പ്രോഗ്രാം ആങ്കർ ചെയ്യുന്ന കിഴക്കനല്ലിലാണ്. കമ്പയർ ചെയ്താൽ നിങ്ങളെ ചെറുതായി കാണുന്നതല്ല, കുട്ടികൾ കളിക്കുന്ന നൃത്തം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടുപോകും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. ലോകത്തുള്ള 1% ആർട്ടിസ്റ്റുകൾ പെടുന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ, പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ മാത്രമാണ് നൃത്തം. നിങ്ങൾ അതിലേക്ക് വരണം. ജയശ്രീയുടെ ശിഷ്യരായി എത്തുക എന്നത് വലിയ സൗഭാഗ്യമാണ്. കാരണം സാമ്പത്തികമായി ഒട്ടും രക്ഷപ്പെടാത്ത ഒരാളാണ് ജയശ്രീ. സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. ഒരു കലാകാരനും കലാകാരിയും നല്ല കലാകാരന്മാർ രക്ഷപ്പെടില്ല. സ്വാഭാവികമാണ്. ഞങ്ങളൊക്കെ എത്രയോ വേദികളിൽ ജഡ്ജായിട്ട് പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന 2500, 3000 രൂപയ്ക്ക് പകരം ഞങ്ങൾക്ക് ഏകദേശം 75,000 രൂപ വിലയുള്ള ഐഫോൺ തരാമെന്ന് ഓഫർ ചെയ്യും പേരൻസ്. കലയെ വിൽക്കാൻ പാടില്ല എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളാണ് ജയശ്രീ. ജയശ്രീയുടെ കൂടെ ഉള്ള സോഷ്യാലിറ്റി അത് വിൽക്കരുത്. സുനി ചേച്ചി നമുക്കറിയാം, സാമൂഹിക രംഗത്ത് വലിയൊരു സ്ത്രീ ശക്തിയാണ്. സർവ്വവ്യാപിയായ ഒരു വീട്ടമ്മ. നമ്മളൊക്കെ ഒരുപാട് ബഹുമാനിക്കുന്നവരാണ്. അപ്പോൾ ചേച്ചിയെ ഈ ഒരു ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി വളരെ ഇഷ്ടത്തോടു കൂടി ക്ഷണിക്കുകയാണ്. ശിവഗിരി കുന്നിലെ ഗുരുദേവ, ഒരു ജാതി ഒരു മതം ഒരു തറവാടായി പുലരുവാൻ ഞങ്ങളിൽ കനിയേണമേ. എനിക്ക് സുരേഷ് ജിയുടെ ജീവിതം പലപ്പോഴും നോക്കിക്കാണാൻ കഴിഞ്ഞത്, നമ്മുടെ ഒരു ചെറിയ പാമ്പിന്റെ കുഞ്ഞു കടിച്ചാൽ മരിച്ചു പോകുന്ന ആൾക്കാരാണ് നമ്മൾ. ഉഗ്രവിഷമുള്ള എത്രയോ അധികം തവണ പാമ്പ് കടി കേട്ടിട്ടും അദ്ദേഹം അതിജീവിച്ചത് നമ്മുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടും അദ്ദേഹം ജീവിച്ചിരിക്കേണ്ടത് ഈ പ്രകൃതിയുടെ ആവശ്യം കൂടി ആയതുകൊണ്ടുമാണ്. നേരത്തെ ജയശ്രീയുടെ കാര്യം പറഞ്ഞതുപോലെ ആകാമായിരുന്നുവെങ്കിൽ വളഞ്ഞ വഴിയിലൂടെ അദ്ദേഹം ഒരു കോടിപ്രഭുവാകുമായിരുന്നു. അതിനുമപ്പുറം അദ്ദേഹത്തിന് ഒരു ധർമ്മമുണ്ട് എന്ന് മനസ്സിലാക്കി ഈ സമൂഹത്തിൽ വല്ലാത്ത ഒരു അടുപ്പം സൃഷ്ടിച്ച പാമ്പുകളുടെ തോഴനായി മാറി. ഒരു പാമ്പിനെ കാണുമ്പോൾ തന്നെ ഇതിന് എത്ര പ്രായമുണ്ട്, ഇത് ആണാണോ പെണ്ണാണോ, ഇതിന്റെ വിഷം എന്ന് തുടങ്ങി ഒരു ശാസ്ത്രജ്ഞനും ഇന്ന് വരെ ലോകത്ത് കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കണ്ടുപിടിച്ച പാവ സുരേഷ് എന്നറിയപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ സുരേഷ് ജിയാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ. ഞാൻ ഏറ്റവും അധികം ആദരവോടുകൂടി, എൻ്റെ ഹൃദയപൂർവ്വമുള്ള നന്ദിയോടും സ്നേഹത്തോടും കൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഇരിക്കുന്ന മാസ്റ്റർ ആദിത്യ സുരേഷ്. 100 കണക്കിന് ഇതുപോലെ പലതരം വൈകല്യമുള്ള കുട്ടികൾ നമുക്കിടയിലുണ്ട്. പക്ഷെ അവരൊന്നും മാസ്റ്റർ ആദിത്യ സുരേഷ് അല്ല. പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്നും നമ്മുടെ ഈ പ്രിയപ്പെട്ടവനൊരു അവാർഡ് വാങ്ങിയെങ്കിൽ അദ്ദേഹമാണ്. നമുക്ക് 2 കണ്ണുകളുണ്ട്, കാലുകളുണ്ട്, കൈയുണ്ട്, ചെവിയുണ്ട്, നടക്കാൻ കഴിവുണ്ട്. ഇതൊന്നും പ്രശ്നമായിരുന്നിട്ട് പോലും നമ്മളെക്കാൾ എത്രയധികം ഇരട്ടി ഉയരത്തിൽ തന്റെ ഇച്ഛാശക്തി കൊണ്ട് എത്തിച്ചേർന്ന ആദിത്യ സുരേഷ് ഇവിടെ എത്തിയിരിക്കുന്നു. വലിയൊരു ഉദാഹരണമാണ്. നല്ലൊരു കൈയ്യടി നൽകുക അദ്ദേഹത്തിന്. അപ്പോൾ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, ജയശ്രീക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ സ്റ്റാർ സിംഗർ ഫെയിമും പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാർ ജേതാവുമായ അദ്ദേഹത്തിനെ ഏറ്റവും സ്നേഹത്തോടെ, ഊഷ്മളമായ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്.
ജയശ്രീ എന്ന നല്ല ഗംഭീരയായ ഒരു നൃത്ത അധ്യാപികയെ വളരെയധികം ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആ കുടുംബത്തോടൊപ്പം ചേർത്ത് നിൽക്കുന്ന ആളാണ്. നിങ്ങൾക്ക് നല്ല ഗുരുവിനെ കിട്ടിയിരിക്കുന്നു. നന്നായി പഠിക്കുക. ബാക്കി ഉദ്ഘാടനവും ഒക്കെയാണ്. അപ്പം നമുക്കതിലേക്ക് കടക്കാം. അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് സാറിനെ ക്ഷണിക്കുന്നു. അദ്ദേഹം സംസാരിച്ചതിന് ശേഷം നേരെ ഉദ്ഘാടനത്തിലേക്ക് നടക്കും. സാർ പ്ലീസ്. ഞാനും ജയശ്രീ ടീച്ചറും പരിചയപ്പെടുന്നത് അവിചാരിതമായിട്ടാണ്. അന്ന് എനിക്ക് തോന്നുന്നത് ടീച്ചറിൻ്റെ മകനൊരു ഒക്കത്തിരിക്കുന്ന ഒരു 1.5 വയസ്സുള്ള കുട്ടി മാത്രമായിരുന്നു. ഇപ്പം കണ്ടാൽ ഒരു ബലൂണിൻ്റെ അത്രയും ഉണ്ട്, 150 കിലോ ഉണ്ട്. അന്ന് ഒരു 1.5 കിലോ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് കുപ്പിപ്പാലും ഉണ്ടായിരുന്നു അമ്മയുടെ കയ്യിൽ. അന്ന് ഈ മോനെ അത്ര ചെറുപ്പത്തിൽ ഞാൻ കണ്ടതാണ്. അതിനുശേഷം ഇങ്ങോട്ട് അന്നുള്ള പരിചയമാണ് ഞാനും ജയശ്രീ ടീച്ചറുമായിട്ട്. എന്തായാലും വളരെ സന്തോഷം. മോന് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല എന്താ പറയുക, നമ്മുടെ നമ്മളെ പുള്ളിക്കാരൻ കിടക്കനല്ല സാറ് പറഞ്ഞതുപോലെ ദുശീലങ്ങളൊന്നും ഇല്ലാത്ത നല്ല സ്വഭാവത്തിനുടമയെ ചുമ്മാ തിന്നണമെന്ന് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം അങ്ങനെ ഒരു ദുശീലം മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മൾ അദ്ദേഹം പറഞ്ഞ പോലെ സാറിന് നല്ല തിരക്കുള്ള സമയമാണ്. സാറിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിൽ 100 ടെൻഷനോടെയാണ് ഞാൻ ഇരിക്കുന്നത്. പല സ്ഥലത്ത് കോള് വന്നിരിക്കും. 2 മൊബൈലും സൈലന്റ് ആക്കിയിട്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾ വിളിച്ചിട്ട് വന്നിട്ട് കളഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം എന്തായാലും കൂടെ ഒരു 10 മിനിറ്റ് എന്ന് നിങ്ങൾ പറഞ്ഞാലും നിങ്ങൾ 1 മണിക്കൂർ കഴിഞ്ഞ് ഇവരെയൊക്കെ വിടാറുള്ളൂ. എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിവുള്ള ഒരേ ഒരു ജീവികളാണ് ഭൂമിയിൽ പാമ്പുകൾ മാത്രം. എന്തായാലും വളരെ സന്തോഷം. ആ പാമ്പുകളെക്കാളും മാരകമായ സാധനം കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ള ചുറ്റുവട്ടമുള്ളവരെന്ന് നിങ്ങൾ മറന്നു പോകാതിരിക്കുക. അപ്പോൾ വളരെ സൂക്ഷിക്കുക. പാമ്പിന്റെ വിഷമെന്നൊന്നും പറയരുത്. പാമ്പുകൾക്കൊന്നും വിഷമില്ല. മനുഷ്യന്റെ എന്നൊരു 6 വയസ്സുള്ള കുഞ്ഞുമോൾക്ക് പോലും റോഡിലിറങ്ങി വസ്ത്രം ധരിച്ച് ഇറക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തായാലും നല്ല ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് തുടക്കം കുറിക്കാൻ നമ്മുടെ ജയശ്രീ ടീച്ചറിനും അദ്ദേഹത്തിന് ടീം അംഗങ്ങൾക്കും കഴിഞ്ഞു. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചുമൻ, ഞാൻ ചോദിക്കുകയായിരുന്നു എന്നും ഇങ്ങനെ ഞാൻ കാണുമ്പോഴെല്ലാം ഈ സൗന്ദര്യം ഇങ്ങനെ നിലനിൽക്കുന്നു, ഇതിന്റെ മരുന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ അത് പുട്ടിയാണെന്ന് പറഞ്ഞു. ഞാൻ മുഖത്ത് ചുരണ്ടിയപ്പോൾ പുട്ടിയും കാണാനില്ല, ഒന്നും കാണാൻ. അപ്പം ഞാൻ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാമെന്ന്. അപ്പോഴൊന്നും പുട്ടിയില്ല. എന്നാൽ ഈ മോന് ഒരുപാട് ആരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. ഒരുപാട് നല്ല. ഇനി എന്തിനു പറയാൻ, ഇന്ന് വരെ ഇത്രയും കഷ്ടപ്പെട്ട് എനിക്ക് ഇന്ന് വരെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടുത്ത് പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ള ആ ഒരു ഭാഗ്യം കൂടി മോന് കിട്ടി. അപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടിയെ മോൻ്റെ സാന്നിധ്യത്തിൽ ഇവിടെ പഠിക്കുന്ന കൊച്ചു മക്കൾക്കൊക്കെ ഒരുപാട് ലോകം അറിയപ്പെടുന്ന ആൾക്കാരായി മാറട്ടെ എന്ന് സർവേശ്വരന്മാർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് പങ്കെടുത്ത് അല്ലെങ്കിൽ വേദിക്കുള്ളിൽ അല്ലെങ്കിൽ ഈ ഹാളിനുള്ളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് വിടവാങ്ങുന്നു. പ്രാസംഗികരെ പോലെ വളരെ വാക്ചാതുര്യം കൊണ്ട് ഈ സദസ്സിനെ കയ്യിലെടുക്കാനൊന്നും അറിയില്ല. എന്നാലും പറ്റാവുന്ന രീതിയിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ, എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഇരിക്കുന്ന കുറച്ച് ഏജ്ഡായിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങളെപ്പോലെ ചെറുപ്പക്കാരല്ല. ഞങ്ങളുടെയൊക്കെ കൂട്ടുകുടുംബ സമ്പ്രദായത്തിൽ കഴിഞ്ഞ് വന്നവരാണ് ഞങ്ങളൊക്കെ. അന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അച്ഛനും അമ്മയും ജോലി ഉള്ളതുകൊണ്ട് ഞങ്ങളെ കുടുംബ വീട്ടിൽ കൊണ്ട് നിർത്തും. അവധി ദിവസങ്ങളിൽ കുടുംബ വീട്ടിൽ കൊണ്ട് നിർത്തും. ആ കുടുംബ വീട്ടിൽ ഒരു കൂട്ടം ഒരു 10-20ഓളം കൊച്ചുകുട്ടികൾ, ഒരേ സമപ്രായക്കാരെ 20ഓളം കുട്ടികൾ ഒരുമിച്ച് കളിച്ച് വന്ന ഒരു കാലമാണ്. പക്ഷെ ഇന്നതല്ല, വ്യത്യസ്തമാണ്. കുടുംബങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ, ഫ്ലാറ്റ് സംസ്കാരം വന്നപ്പോൾ ഈ കുട്ടികൾക്ക് തമ്മിൽ ഇടപഴകാനും കുട്ടികൾ തമ്മിൽ കാണാനും ഇടയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അത്തരം സാഹചര്യങ്ങളാണ് നമുക്ക് ഇന്നുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും പല പ്രശ്നങ്ങൾക്കുമുള്ള പ്രധാന കാരണം. പിന്നെ ഇത്തരം നൃത്ത വിദ്യാലയങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, പണ്ടൊക്കെ നമ്മൾ പറമ്പിൽ കളിച്ച് വളർന്നതാണ്. അപ്പം അന്ന് അതേക്കുള്ള പറമ്പില്ല. അപ്പോൾ ഇത്തരം നൃത്ത വിദ്യാലയങ്ങൾ, ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ മാഡം ചെയ്തതുപോലെ ശാസ്ത്രീയമായിട്ടുള്ള നൃത്തമാണ് ഇവിടെ അഭ്യസിപ്പിക്കുന്നത്. ഇത്തരം നൃത്ത വിദ്യാലയങ്ങളിലൂടെ ഓപ്പൺ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒത്തിരി കുട്ടികളെ ഇവിടെ ഒരുമിച്ച് കൊണ്ടുവരാനും ഇവരെല്ലാം കൂടെ ഒന്ന് ഇവരുടെ ശാരീരികവും മാനസികമായും വളർച്ചയ്ക്കും ഇവർ തമ്മിലുള്ള ഒരു ഐക്യത്തിനും സൗഹൃദത്തിനും ഒരു ദൃഢത വരുത്തുന്നതിനും പരസ്പരം ഷെയർ ചെയ്യാനും പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം അവരുടെ ഈഗോ വിട്ടുമാറാനൊക്കെയുള്ള ഒരു വേദിയായിട്ട് ഇത്തരം നൃത്തവിദ്യാലയങ്ങളും ഇത്തരം ക്ലാസ്സുകളും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പരമപ്രധാനമായ കാര്യം. ഔപചാരികമായിട്ട് പ്രസംഗിക്കാനൊന്നും അറിയില്ല, എങ്കിലും
ഇവിടെ ഈ ക്ലാസ് തുടങ്ങിയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞ ടെൻഷനായിരുന്നു. കാരണം ഇത്തിരി പെട്ടെന്ന് ഞങ്ങൾ തുടങ്ങുന്ന ക്ലാസ്സുകളൊക്കെ തന്നെ പ്രോഗ്രാംസ് ആയിരുന്നാലും കുറച്ച് സമയം കിട്ടുമായിരുന്നു ഞങ്ങൾക്ക്. അതിൻ്റെ തിരക്ക് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുള്ളൊരു സമയം ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഇത് കിട്ടിയത് 3 ദിവസം മാത്രമാണ്. ഈ 3 ദിവസം കൊണ്ടാണ് ഈ ക്ലാസ്സുകളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയത്. ഇത് നമ്മൾ ശിവഗിരി മഠത്തിൽ തുടങ്ങിയ ക്ലാസ്സാണ്. ഒക്ടോബറിൽ ദീപാവലിയിൽ ഉദ്ഘാടനം നടത്തി തുടങ്ങിയതാണ്. പിന്നെ അവിടെ നമുക്ക് സ്ഥല സൗകര്യത്തിൻ്റെ പരിമിതികളും മറ്റ് കാരണങ്ങളും കുട്ടികളും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ പുറത്ത് ശിവഗിരി മഠത്തിന് അവരുടെ സഹകരണത്തോടു കൂടി തന്നെ നമ്മളിപ്പോൾ ഇങ്ങോട്ട് ക്ലാസ് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനമാണ് നമ്മളിപ്പോൾ ഇവിടെ നടത്തുന്നത്. പിന്നെ വെക്കേഷൻ ക്ലാസ്സുകളുടെ ഉദ്ഘാടനം. അത് മാത്രമല്ല, നമ്മുടെ ഡാൻസ് സ്കൂളിൻ്റെ എല്ലാ സഹായത്തിനും സുരേഷേട്ടുണ്ട്. പിന്നെ ആദിത്യ, അത് എൻ്റെ മോനാണ്. രഞ്ജിനിക്കൊന്നും ഒരു അവകാശമില്ല അല്ലേ രഞ്ജിനി? കാരണം അവനെ ഞാൻ കുഞ്ഞുനാൾ മുതൽ നമ്മുടെ ദേശീയ ബാലതരംഗ ശലഭമേളയിലെ മത്സരങ്ങളിൽ കൂടി വളർന്നു വന്ന കുട്ടിയാണിത്. ബിജുട്ടൻ നാടക സംവിധായകനും അവതാരകനും എല്ലാമാണ്. ഡാൻസിൻ്റെ എല്ലാ നിലയിലും എന്നെക്കാൾ സീനിയറായ ബിജു കിഴക്കനല്ല, രാജൻ കിഴക്കനല്ലയുടെ ശിഷ്യൻ ബിജു കിഴക്കനല്ല. ഒരുപാട് എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റ വായിക്കുമ്പോൾ തന്നെ എല്ലാവരും ജഡ്ജ്മെൻറ്റിന് ഞാൻ ജഡ്ജ്മെൻറ്റ് എടുക്കുന്നത് വിജയൻ്റെ ബയോഡേറ്റ വെച്ചാണെന്ന് പറയാം. കാരണം വിജയൻ്റെ ബയോഡേറ്റ അയച്ചു കൊടുത്താൽ ആ ജഡ്ജ്മെൻറ്റ് എനിക്ക് കിട്ടും. കാരണം അത്രയും അവാർഡുകളും അത്രയും എക്സ്പീരിയൻസും വിജയേട്ടനുണ്ട്. അപ്പോൾ വിജയേട്ടൻ ഇതുപോലെ തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് അനിയത്തിയെ പോലെ, നല്ല സുഹൃത്തിനെ പോലെ വിജയേട്ടൻ എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും, എൻ്റെ കൂടെയല്ല നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം നമുക്കൊരു മോൻ്റെ ഒരു പാട്ട് പാടി ഒരുമിച്ച് സന്തോഷമായിട്ട് പിരിയാം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വെക്കേഷൻ ക്ലാസ്സുകളുടെ ഉദ്ഘാടനം ഇന്നിവിടെ വളരെ മനോഹരമായിട്ട് നടന്നിരിക്കുകയാണ്. ഇത്രയും മഹനീയമായ ഒരു ചടങ്ങിലേക്ക് എനിക്ക് കൂടി പങ്കാളിയാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. പ്രിയപ്പെട്ട ജയശ്രീ ആൻ്റിയോടുള്ള ഹൃദയമായ നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ് എന്നെ കൂടി ഈ ഒരു ചടങ്ങിലേക്ക് ഉൾപ്പെടുത്തിയത്. ഒപ്പം ഈ വിഷുദിനത്തിൽ തന്നെ ഇന്നിവിടെ ഒരു ഭദ്രദീപം തിരഞ്ഞത് വളരെ ഐശ്വര്യമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഈ ഒരു സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേടുകയാണ്. എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ അറിയില്ല, കാര്യം ഇവിടെ എല്ലാവരും വളരെ മനോഹരമായിട്ട് സംസാരിച്ചു. എനിക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പാട്ട് പാടുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഒരു ഗാനം ആലപിക്കാം. ഒപ്പം എല്ലാവർക്കും വിശ്വാസംസകൾ നേടുകയാണ്. കൃഷ്ണ കൃപാ സാഗരം, കൃഷ്ണ കൃപാ സാഗരം, ഗുരുവായൂർപുരം ജനിമോക്ഷകരം, ഗുരുവായൂർപുരം ജനിമോക്ഷകരം, കൃഷ്ണ കൃപാ സാഗരം, കൃഷ്ണ കൃപാ സാഗരം. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ